2018 പ്രളയകാലത്തും കോവിഡ് കാലത്തും നിർബന്ധിത സാലറി ചലഞ്ച് നടത്തിയ സർക്കാർ വയനാടിനായി വീണ്ടും ശമ്പളത്തിന്റെ പങ്ക് ജീവനക്കാരോട് ചോദിക്കുകയാണ്. രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഭരണ പ്രതിപക്ഷ സംഘടനാ നേതാക്കൾക്ക് വിളിയെത്തി. മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് കാണണമെന്ന്. പിന്നാലെ CPM, CPI, കോൺഗ്രസ്, BJP അനുകൂല സർവീസ് സംഘടനാ നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടു. വയനാട്ടിലെ സാഹചര്യം വിശദീകരിച്ച മുഖ്യമന്ത്രി ജീവനക്കാരുടെ ശമ്പളത്തിന്റെ ഒരു പങ്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. ഒരുമിച്ചിരുന്ന് കൂടിയാലോചന നടത്തി തീരുമാനം അറിയിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നാലെ സർവീസ് സംഘടനാ നേതാക്കൾ ചർച്ച നടത്തി. വയനാടിനായി കൈകോർക്കാൻ എല്ലാവരും ഒരുക്കമാണ്. പക്ഷേ നിർബന്ധിത ശമ്പള ചലഞ്ച് സർക്കാർ ആവശ്യപ്പെടരുത്. അങ്ങനെയെങ്കിൽ 5 ദിവസത്തെ ശമ്പളം നൽകാമെന്ന നിർദ്ദേശമുണ്ടായി. ഇടത് സർവീസ് സംഘടനകൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു സാമൂഹ്യ പ്രയോഗത്തോട് തന്നെ കണ്ടുകൊണ്ടാണ് നമ്മൾ അതിനകത്തൊരു അങ്ങോട്ടൊരു സഹകരണം രണ്ടാമത് നമ്മുടെ ഒരു സംഘടന വ്യത്യാസമില്ലാതെ എല്ലാ സംഘടനകളും ഒന്നിച്ചിരുന്നു തന്നെ അതിനകത്തൊരു കൂട്ടായി തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. 5 ദിവസത്തെ എങ്കിലും ശമ്പളം നമുക്ക് നൽകണം, മിനിമം 5 ദിവസത്തെ ശമ്പളം നൽകണം എന്ന് തീരുമാനിക്കേണ്ടത്. അതൊരു നിർബന്ധിത പിരിവായിട്ടല്ല. പ്രതിപക്ഷ സംഘടനകൾക്കും ശമ്പളം സംഭാവന ചെയ്യുന്നതിനോട് വിയോജിപ്പില്ല. എന്നാൽ 5 ദിവസത്തെ ശമ്പളം കൊടുത്തേ പറ്റൂവെന്ന് സർക്കാർ പറയരുത്. ഞങ്ങൾ ഇതിനോട് സഹകരിക്കാം. നമ്മുടെ ഒരു സമ്മതപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വില്ലിങ്നെസ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് തുക സംഭാവനയായി കൊടുക്കാൻ കഴിയും, അവരുടെ സാഹചര്യം എങ്ങനെയാണ്, അതിനനുസരിച്ച് വാങ്ങണം എന്നൊരു അഭ്യർത്ഥനയാണുള്ളത്. രാഷ്ട്രീയോപദേശം കൂടി സ്വീകരിച്ച് സംഘടനാ തലത്തിൽ നിലപാടെടുത്ത് നേതാക്കൾ മുഖ്യമന്ത്രിയെ നിലപാട് അറിയിക്കും. ശമ്പളം സർക്കാർ പിടിക്കരുത്, ഞങ്ങൾ സ്വമേധയാ നൽകാമെന്ന്. മുൻകാലത്തെ പോലെ ഉപാധികൾക്ക് വിധേയമാകാൻ ഭരണ പ്രതിപക്ഷ സംഘടനകൾ ഇക്കുറി ഒരുക്കമല്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.